ഇവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടായപ്പോൾ സാഹിത്യകാരന്മാരിൽ നിന്നടക്കം നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒക്കെ എടുത്ത സമീപനം എന്താണ് ഗവൺമെൻറ്? പരാതി പറയാൻ വരുന്നവരെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും പരാതിപ്പെടാൻ എത്തുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതൊരു കടലാസിൻ്റെ വില മാത്രമേ ഇതിനുള്ളൂ, ഇതിന് യാതൊരു നിയമ നടപടിക്കുമുള്ള വകുപ്പില്ല എന്ന് തുറന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. അല്ലാതെ നേരത്തെ കൊട്ടിഘോഷിച്ചതുപോലെ ഇത് കേരളത്തിലെ ചലച്ചിത്ര രംഗത്തെ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ വിപ്ലവകരമായ ഒരു ഇടപെടൽ നടത്തിയതാണെന്നുള്ള വാചോടാപം ഉപേക്ഷിക്കണം, വാചക കസർത്ത് ഉപേക്ഷിക്കണം. എന്നിട്ട് പറയണം ഇതിനൊരു കടലാസിൻ്റെ വില പോലുമില്ല. പുറത്ത് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.25 കൊല്ലം അതിൻ്റെ മുകളിൽ അടയിരുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ട്. ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം നടപടിയില്ല, എല്ലാവരും പരാതിയായിട്ട് വരണമെന്നാണ്. എന്നാൽ പിന്നെ ഈ വന്നവരെയൊക്കെ വിളിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പിൽ വന്നവരെയൊക്കെ നേരത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കണമെന്ന് ഇവരെ ഉപദേശിച്ചാൽ മതിയായിരുന്നില്ലേ? ഇത് ചെറിയ കളിയല്ല. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ അവതാളത്തിലായിരിക്കും. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച് സർക്കാരിൻ്റെ ഈ അനങ്ങാപ്പാറ നയത്തിനെതിരായി ഈ ദുരിതത്തിനിരയായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള നിയമ സഹായങ്ങളും നിയമ നടപടികളും ചിന്തിക്കേണ്ട വിഷയമാണ്. ഞങ്ങളത് പരിശോധിക്കും. വീണ ജോർജ് വെറുതെ വാചകം ഓടിക്കുന്നതാണെന്ന്. ഇന്നലെ വീണ ജോർജ് പറഞ്ഞത് ഞങ്ങളെല്ലാം സഹായം ചെയ്യുന്നതാണ്. എന്തിനാണ് സഹായിക്കുന്നത്? ഒരു പ്രമുഖ മലയാളം ചാനലിൽ വന്നിരുന്ന് പറയുകയും പിന്നീട് കേരളത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും അവർ ചർച്ചയിൽ പറയുകയും ചെയ്ത അതേ കാര്യം പൊതുസമൂഹമാകെ കേട്ടത്. അവർക്ക് പറയാനുള്ളത് വള്ളിപുള്ളി തെറ്റാതെ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ അവർ ആവർത്തിക്കുകയാണ്. അന്നത്തെ സാക്ഷികളത് എൻഡോസ് ചെയ്യുകയാണ്. എന്തിനാണ് പിന്നെ പരാതി? സ്ത്രീ വിപണന കേസുകളിൽ പിന്നെ പരാതിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ പരാതി എന്ന് പറയുന്നത് ഒരു മുടന്തൻ ന്യായമാണ്. വീണ ജോർജിൻ്റെ ഒരു സഹായവും ഇവിടെ ഒരു പരാതി കൊടുക്കാൻ ആർക്കും ആവശ്യമില്ല. ഒരു കടലാസിൽ പരാതി കൊടുക്കാൻ മന്ത്രി സഹായിക്കണം എന്ന് പറയുന്ന സ്ഥിതി കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ വീണ ജോർജ് വെറും വാചക കസർത്ത് നടത്തുകയാണ്. മാത്രമല്ല വീണ ജോർജ് ഇത് പറയുമ്പോൾ ബിന്ദു വേറെ എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ കേസുകളിൽ പെട്ടെന്ന് നടപടിയെടുക്കാൻ പറ്റുമോ? അതൊക്കെ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാൻ എന്നാണ്. മറ്റുള്ളവർ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം വരുമ്പോൾ ഇവർക്ക് യാതൊരു നടപടിയും വേണ്ട, പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം. അവർ പറഞ്ഞല്ലോ അർത്ഥമില്ല. സർക്കാരിന് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഉന്നതർ ഇതിൽ പങ്കാളിയായിട്ടുണ്ടാവും. സർക്കാരിന് സംരക്ഷിച്ച് നിർത്തേണ്ടതായിട്ടുള്ള ഉന്നതർ ഇതിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ആ അറിവ് അവർക്കേ ഉള്ളൂ, നമുക്കാർക്കും അറിയില്ലല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾക്കോ പൊതുജനത്തിനോ ഒന്നും ഇതറിയില്ല. അറിയുന്ന ആള് ബാലനും മുഖ്യമന്ത്രിയും അതുപോലെ സർക്കാരിലെ സാംസ്കാരിക മന്ത്രിക്കൊക്കെ ഇത് അറിയുള്ളൂ. അപ്പോൾ അവർക്ക് സംരക്ഷിക്കേണ്ട ആരോ അതിലുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം ഒരു വെകളി പിടിച്ച നിലപാടിലേക്ക് അവർ പോകുന്നത്?